ഈ സ്ത്രീകൾ എങ്ങനെ ആയാലും എങ്ങനെ ഭർത്താവിന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് കയ്യിൽ കിട്ടുന്നതും എടുത്തുകൊണ്ട് പിണങ്ങി ഇറങ്ങി പോവുകയാണ്. വേറെ ആരുടെയുമല്ല, കേരളത്തിലെ ഒരു MLA യുടെ ഭാര്യയുടെ കാര്യമാണ് പറഞ്ഞത്. രണ്ടാം കെട്ടോ മൂന്നാം കെട്ടോ എന്നൊന്നും അറിയില്ല, ഭാര്യയാണെന്ന് മാത്രമേ അറിയുള്ളൂ. വരുന്ന തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പ്രചാരണങ്ങളൊക്കെ തുടങ്ങിയതുകൊണ്ട് ആ ഏമാന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല. ഈ അടുത്ത സമയം വരെ 3-4 മാസങ്ങൾക്ക് മുമ്പ് വരെ രണ്ടുപേരും ചേർന്ന് മിക്കപ്പോഴും ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ നടത്തി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമായിരുന്നു. ഈ 2-3 മാസമായി ഭാര്യയില്ലാതെയാണ് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടുമായി സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് ഏമാൻ. മറ്റേതെന്തുമായിരുന്നു? ആനയുടെ തുമ്പിക്കൈയിൽ കിടക്കുന്നു, ഇരിക്കുന്നു, ഊഞ്ഞാലാടുന്നു, കളിപ്പാട്ടങ്ങളുടെ ഇടയിലിരുന്ന് കുണുവാവയെ പോലെ കളിക്കുന്നു എന്ന് വേണ്ട, തകർത്താടുകയായിരുന്നു. ഒടുവിൽ കേൾക്കുന്നത് പിണങ്ങിപ്പോയെന്നാണ്. കുറച്ചു ദിവസം വീട്ടിലില്ലായിരുന്നു. തിരികെ വന്നപ്പോൾ തറവാട്ടിലെ ഞെട്ടിക്കുന്ന ശ്രീകൃഷ്ണന്റെ കഥകളൊക്കെയാണ് കേട്ടതെന്ന് പറയുന്നു. പിന്നെ ഒട്ടും താമസിച്ചില്ല, കയ്യിൽ കിട്ടിയതും അടുത്ത് ദുബായിക്ക് പറന്നുവെന്നാണ് പരദൂഷകർ പറയുന്നത്. ഈ ഏമാന്റെ കൈ പിടിച്ച് തറവാട്ടിലേക്ക് വന്നപ്പോൾ പലരും പറഞ്ഞിരുന്നു ഒപ്പം വേണമെന്ന്. അന്നൊന്നും മൈൻഡ് ചെയ്തില്ല. വലിയ പദവിയും സ്വത്തുക്കളുമുള്ള തറവാട്ടിലാണ് വന്ന് കയറിയത്. പക്ഷെ എന്ത് ചെയ്യാം, ഇപ്പോൾ പിണങ്ങിപ്പിരിഞ്ഞ വിദേശത്താണ് ആ പാവം സ്ത്രീ. തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഒരുപക്ഷെ കൂട്ടാൻ ഏമാൻ പോയേക്കും. വരുമോ എന്ന് കണ്ടറിയണം. ഒരുപാട് വിവാദങ്ങളുടെ തോഴനായതുകൊണ്ട് ഈ ഏമാൻ ഇതൊന്നും പുത്തരിയല്ല. അതല്ലെങ്കിൽ അടുത്തത്. പക്ഷെ സ്വത്തുക്കൾ അവരോടൊപ്പം പോയോ എന്നാണ് പലരും പരസ്പരം ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏമാൻ അല്പം വിയർക്കും. സാരമില്ല, വെറുതെ കിട്ടിയതല്ലേ. വിയർത്തുണ്ടാക്കുന്നത് പോകുമ്പോഴേ വേദനയുണ്ടാകും. അർഹതയില്ലാത്തത് പോയാൽ അത്രയും വിഷമം വരില്ല. പലരുടെ കണ്ണീരും വേദനയും ആ സ്വത്തുക്കളിലുണ്ടെന്ന് ആ പരദൂഷകർ പറയുന്നത്. എന്നാൽ ഏമാൻ വേണ്ടാന്ന് വെച്ച് തറവാട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണെന്നും ഏമാന്റെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നു. അവർ ഏമാനോട് ചോദിക്കാതെ ദുബായിലേക്കും അവിടുന്ന് അമേരിക്കയിലേക്കും പോയെന്നോ കൂടെ ആരൊക്കെയോ ഉണ്ടായിരുന്നുവെന്നോ ഒക്കെ പറയുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ട് ഏമാൻ ഇറക്കി വിട്ടെന്നാണ് വേറെ ചില പരദൂഷകർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഏമാൻ തനിച്ചാണുള്ളത്. ഇതിൽ ഏത് പരദൂഷകർ പറയുന്നത് ആ സത്യമെന്ന് ഏമാനും അവർക്കും ഈശ്വരനും മാത്രമേ അറിയൂ.